ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതല്ല കണ്ണൂരിന്റെ എനർജി. കേൾക്കട്ടെ, നിങ്ങളിത് കാണുക. ഇതാണ് കണ്ണൂരിന്റെ ഫുട്ബോൾ. ഇതാണ് കണ്ണൂരിന്റെ ഫുട്ബോളിനോടുള്ള സ്നേഹം. ഒന്നുകൂടെ, കണ്ണൂർ വാരിയേഴ്സിനോടുള്ള സ്നേഹം. എന്നാ പുയ്യാപ്പിളോടുള്ള സ്നേഹം. Absolutely, because ഞാൻ ആക്ച്വലി വൈപ്പിങ്കരക്കാരനാണ്. പക്ഷേ ഐ മാരിഡ് ഫ്രം ദേശാഭിമാനി റോഡ്, കലൂർ. എനിക്ക് വൈപ്പിൽ കിട്ടുന്നതിനൊക്കെയുള്ള ആക്സെപ്റ്റൻസ് കിട്ടുക ദേശാഭിമാനി റോഡിലാണ്. ഞാൻ ദേശാഭിമാനി റോഡിൽ ഇറങ്ങി നടന്നാൽ അവർ എന്നെ വിളിക്കുക, അളിയൻ അവിടെ പോണു, അളിയനാണ് എല്ലാവരും. സോ നിങ്ങളുടെ അളിയനാണ്, കണ്ണൂരിന്റെ അളിയനാണ് വാസ്തവത്തിൽ ആസിഫ് അലി. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ ലോകത്ത് എവിടെ ഇറങ്ങി നടന്നാലും പുയ്യാപ്പിള എന്നൊരു വിളി കേട്ടാൽ എനിക്കറിയാം അത് കണ്ണൂരുകാരനാണെന്നുള്ളത്. ആ വിളിയുടെ സ്നേഹം നന്നായി ആസ്വദിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഓഫർ കേരള SLKയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ എനിക്ക് വേറെ ഒരു ടീമിനെയും ചൂസ് ചെയ്യേണ്ടതോ ഒരു രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല. എന്റെ ടീം ചോദിച്ചാൽ കണ്ണൂർ വാരിയേഴ്സ് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് ഒരു ഹോം ഗ്രൗണ്ട് ഇല്ലായിരുന്നു. പല ഗ്രൗണ്ടുകളിലും നമ്മൾ പോയി അവർക്കെതിരെ പോരാടി ഹോം ഗ്രൗണ്ടിൽ ജയിച്ച് സെമി ഫൈനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരിതാ ഇവിടെ നിൽക്കുന്ന ഈ ചുമന്ന. പക്ഷെ ഈ സീസണിൽ നമുക്കൊരു വ്യത്യാസമുണ്ട്. എന്താണ്? കണ്ണൂരിനൊരു ഹോം ഗ്രൗണ്ട് ഉണ്ട്. ഈ ഹോം ഗ്രൗണ്ടിൽ വന്ന് നമ്മളോട് കളിക്കുന്ന ആരെയും നമ്മൾ ഇവിടുന്ന് വെറുതെ വിടില്ല. ഈ ശബ്ദം നമ്മൾ കണ്ണൂരിൽ കേൾപ്പിക്കും. കണ്ണൂർ വാരിയേഴ്സ്, ഐ ലവ് യു ഗൈസ്. ഐ ലവ് കണ്ണൂർ. താങ്ക് യു. ഞാൻ ഒരിക്കലും ഒരു ഫുട്ബോൾ ഫാൻ അല്ലായിരുന്നു. ഞാനൊരു ക്രിക്കറ്ററാണ്. ക്രിക്കറ്റാണ് ഞാൻ കളിച്ച് വളർന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഒരു പ്ലെയർ ആവണമെന്ന് ആഗ്രഹിച്ചതും ക്രിക്കറ്റായിരുന്നു. തൊടുപുഴക്കാരനായി ഞാൻ തൃശ്ശൂർ വിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഫുട്ബോൾ ഫീവർ എന്താണെന്ന് ഞാൻ കണ്ടത്. ഫുട്ബോൾ കൾച്ചർ എന്താണ്, ഫുട്ബോൾ കണ്ടത്. അപ്പോഴാണ് ഇതൊരു ഭ്രാന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് തന്നെ ഫുട്ബോൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം, ഒരു ഫാനായി മാറണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം.